ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ നടുവിൽ ഇന്നും ദൈവത്തിൻ്റെ തിരുവചനമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചു. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ തന്നെ അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായതും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ ഉത്തരമരുളും എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നു. കഷ്ടതയുടെ നടുവിൽ 91-ാം സങ്കീർത്തനത്തിനകത്ത് കഷ്ടതയ്ക്കകത്ത് നിന്ന് നിലവിളിക്കുന്ന ഒരു ഭക്തന് വേണ്ടി സ്വർഗം ഇറങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു, എവിടെയൊക്കെ കഷ്ടതയുടെ നടുവിൽ തൻ്റെ ജനം നിലവിളിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ കഷ്ടതയുടെ നടുവിൽ തൻ്റെ ജനം ദൈവസന്നിധിയിലായിട്ടുണ്ടോ, ദൈവാത്മ പറയുന്നു അവരെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഉത്തരമരുളുന്ന ദൈവം. അത് തന്നെയല്ല, കഷ്ടകാലത്തും ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നിന്റെ കഷ്ടതയ്ക്കകത്ത് മാറി നിൽക്കുന്നവരല്ല, കഷ്ടതയ്ക്കകത്ത് നിന്നോട് കൂടെ ഇരിക്കുവാൻ, നിന്നെ കൂടെ ഇരുന്ന് അത് നിന്നെ വിടുവിക്കുവാൻ ദൈവാത്മാ പറയുന്നു. നീ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാ. നീ അറിയാത്തതും അഹോചരവുമായ കാര്യത്തെ ഞാൻ നിനക്ക് അറിയിച്ചു തരാം. നീ അറിയാത്തതും അഹോചരമായി, നീ പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിച്ചു തരാമെന്ന് പറയുന്നത്. ഈ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഈ ഒരു ഭക്തൻ ഈ വചന ശബ്ദം പറയുമ്പോൾ ആൾ എവിടെയാണ് ഇരിക്കുന്നത് നോക്കിക്കുക. ദൈവവചനം പറയുന്നു, യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടവനായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടെ ഇരുന്നല്ല തൻ്റെ ഭക്തൻ വചനത്തെ പറയുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ ഇരുന്നല്ല തൻ്റെ ഭക്തൻ ഈ ഒരു ദൈവശബ്ദത്തെ പറയുന്നത്. ഇന്ന് പകൽ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഒരുപക്ഷെ നീ അടയ്ക്കപ്പെട്ടവനാകാം, നീ ഒരുപക്ഷെ പുറത്തു വരാൻ കഴിയാതെ നീ ഒതുങ്ങി ഇരിക്കുന്ന ഒരു വ്യക്തിയാകാം. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അടയ്ക്കപ്പെട്ട മേഖലയ്ക്കകത്തും എൻ്റെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. അടച്ചിരിക്കുന്ന സാഹചര്യത്തിനകത്തും അടച്ചിരിക്കുന്ന ഇടത്തും ദൈവത്തിൻ്റെ കരം നിനക്കും എനിക്കും വേണ്ടി അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ശതനരകൾക്കമന വൈഡരകൾക്കമന അന്ധരാജകൾക്കിടക ഒരു ഭക്തനെ അടച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നമുക്കറിയാം, പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇരുച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്തടത്തി കടത്തുമ്പോഴും നോക്കിയ സഭയുടെ പ്രാർത്ഥന കാരാഗ്രഹത്തിൻ്റെ അടിത്തറ, ആ കാരാഗ്രഹത്തിൻ്റെ അകത്തളത്തിൽ ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി അന്ധര വൈഡരകൾക്കട. നമുക്കറിയാം, പത്രോസിനെ 1-ാം കാവൽ 2-ാം കാവൽ പട്ടണത്തിൻ്റെ ഇരുമ്പുവാതിൽ അവനു വേണ്ടി സ്വയമേ തുറന്നതുപോലെ അടയ്ക്കപ്പെട്ടിരുന്നാലും ആത്മസാന്നിധ്യം ഇന്ന് പകൽ നീ ഇരിക്കുന്ന ഇടത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നീ അറിയാത്തതും അഹോചരമായ കാര്യങ്ങളെ അറിയിക്കാൻ ദൈവാത്മ നിന്നിലൂടെ ചില ദൈവപ്രവൃത്തികളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞു തുടങ്ങി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ദൈവജനത്തെ തൊടുന്ന, ദൈവജനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണെന്ന്, ഞാനും നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അത് അബ്രഹാമിനോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അബ്രഹാമിനോട് ദൈവശബ്ദം പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവം, ഞാൻ എൽ ഷദായ് പറഞ്ഞു തുടങ്ങാമോ? ഞാനും നീ ആരാധിക്കുന്ന ദൈവം അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഏതു മേഖലയ്ക്കകത്താ നിനക്ക് വേണ്ടി ഇറങ്ങി സഞ്ചരിക്കേണ്ടത്? ഏതു മേഖലയ്ക്കകത്താ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി സംസാരിക്കേണ്ടത്? പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു, പ്രവൃത്തിയിൽ അതിഭയങ്കരനായ ദൈവത്തിൻ്റെ കരം എനിക്കും നിനക്കും അനുകൂലമായി ചലിക്കുമ്പോൾ 2-ാം പ്രാവശ്യമുണ്ടായെന്ന് അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിച്ചിരിക്കുന്ന യഹോവ എന്ന നാമം ഉള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞാൽ അത് ചെയ്യും. കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരമരുളും. പറയാമോ? ഞാൻ വിളിച്ചപേക്ഷിക്കും,
ആ ഉത്തരവരുളുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവാത്മാ പറയുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കിയ സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആരെങ്കിലും ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ? ആരെങ്കിലും എന്ത് കഷ്ടതയിലായിരിക്കുന്നുണ്ടോ? ദൈവാത്മാ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തും. ആരോഗ്യമില്ലാതെ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ടോ? പരിശുദ്ധാത്മാ പറയുന്നു, നമ്മുടെ കർത്താവ് ആ രോഗശാന്തിയും ആരോഗ്യം വരുത്തി. നോക്കിക്കേ, ഇങ്ങനെയാ പറയുന്നത്, അവരെ സൗഖ്യമാക്കിയ സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ ഈ സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇനിയും ആനന്ദഘോഷവും സന്തോഷവും, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും, സൈനികളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ശബ്ദത്തോടെ പറയും എന്ന് പറഞ്ഞ ദൈവാത്മാ പറയുന്നു. വിശ്വസിക്കുക, എനിക്കും നിനക്കും വേണ്ടി വലുത് ചെയ്യാമോ? സ്വർഗീയ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിൻ്റെ മേൽ ഒരു വലിയ ദൈവസാന്നിധ്യം ഇപ്പോൾ പകരപ്പെടണമേ. அதை വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരവരലും അറിയാത്ത അഹോചരമായ കാര്യങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ഇപ്പോൾ ജനത്തിൻ്റെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ആത്മാവിൽ ഇന്ന് രാത്രി പ്രഭാതത്തിൽ കൈമാറുന്നു. അത്ഭുതകരമായി ദൈവമഹത്വം ചലിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.